നിവിൻ കാലൊടിഞ്ഞ റെസ്റ്റിലൊക്കെ ആയതുകൊണ്ട് താടിയൊക്കെ വളർത്തിയിട്ട് അങ്ങനെ വന്നേ. പ്രകാശൻ കുറച്ചും മെച്ചൂടെ അവിടെ വരുന്നു, അതിൽ ക്ലിക്കായി. അതെ, ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 2 കൊല്ലം ജോലിയില്ല, പൈസയില്ല, ആകെ ഇതായിട്ടിരിക്കണം. അപ്പാടുള്ള വിനോദം ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ, ഫുട്ബോൾ കളിക്കാൻ പോയി, 2 പരിപാടി മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണം അടുത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലും കൂടി ഒടിഞ്ഞു, വീട്ടിലും കൂടി ഇരിക്കുകയാണ്. അതായത് ഇപ്പം ആൾക്കാർക്ക് പറയാൻ കുറേ എന്തൊക്കെയായിരുന്നു, നീ മതിയും കാലൊടിഞ്ഞ് പിന്നെയും വീട്ടുകാർ തന്നെ നോക്കണമല്ലോ. അപ്പോൾ അത്രയും ഡിപ്പിൽ നിൽക്കുന്ന മൊമെൻറ്റിലാണ് സ്വിച്ച് ഇട്ടോണെന്ന് പറഞ്ഞ് മലർവാടി നടന്നു. എന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കി, ഞാൻ ഇതുപോലെ വീട്ടിൽ അപ്പൊ സെഷൻ വന്നല്ലോ, എല്ലാരും പുറത്തായി. ആ ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡിപ്പ് കഴിഞ്ഞിട്ട് ഒരു ബ്ലെസ്സിങ് ദൈവം കൊണ്ട് തരുന്നത് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമകൾ വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിയായിരുന്നു, ഇല്ല ഇത് നമ്മൾ ഒരു ദിവസം വരും, ഒരു പരിപാടി വരും, ഒരു ഫ്രൈഡേ വരും, അതൊരു കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി. അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും. നാണക്കെട്ടാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിലൊരു നാണക്കേടും വിചാരിക്കണ്ട. തോറ്റാലും ശ്രമിക്കുക, തോറ്റാലും ശ്രമിക്കുക, തോറ്റാലും ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചിപ്പോ 150 പടം കഴിഞ്ഞു. 150 പൊട്ടിയിട്ടില്ല, അല്ലല്ല 150 പടം ചെയ്ത് കഴിഞ്ഞു. 15 വർഷം ഓഡിഷനിലാണോ നിങ്ങൾ സുഹൃത്തുക്കളാവുന്നത്? ഒരേ സ്കൂളിൽ